പേശികളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതുക്കളേവ? ഉത്തരം കാൽസ്യം, മഗ്നീഷ്യം. കാൽസ്യം, മഗ്നീഷ്യം എന്നിവയാണ് പേശികളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതുക്കൾ. പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം ഏത്? ഉത്തരം മയോഗ്ലോബിൻ. മയോഗ്ലോബിൻ ആണ് പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം. മയോഗ്ലോബിനിൽ അടങ്ങിയ ധാതുവേത്? ഉത്തരം ഇരുമ്പ്. ഇരുമ്പാണ് മയോഗ്ലോബിനിൽ അടങ്ങിയ ധാതു. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം അഡ്രിനാലിൻ. അഡ്രിനാലിൻ ആണ് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ. അടിയന്തര ഗ്രന്ഥി, 3F ഗ്രന്ഥി, 4S ഗ്രന്ഥി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? ഉത്തരം അഡ്രീനൽ ഗ്രന്ഥി. അഡ്രീനൽ ഗ്രന്ഥിയാണ് അടിയന്തര ഗ്രന്ഥി, 3F ഗ്രന്ഥി, 4S ഗ്രന്ഥി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രന്ഥി. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏത്? ഉത്തരം മോണോസൈറ്റ്. മോണോസൈറ്റാണ് ഏറ്റവും വലിയ ശ്വേതരക്താണു. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ഏത്? ഉത്തരം ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റാണ് ഏറ്റവും ചെറിയ ശ്വേതരക്താണു. ഏറ്റവും ആയുസ് കൂടിയ ശ്വേതരക്താണു ഏത്? ഉത്തരം ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റാണ് ഏറ്റവും ആയുസ് കൂടിയ ശ്വേതരക്താണു. ഏറ്റവും ആയുസ് കുറഞ്ഞ ശ്വേതരക്താണു ഏത്? ഉത്തരം ന്യൂട്രോഫിൽ. ന്യൂട്രോഫിൽ ആണ് ഏറ്റവും ആയുസ് കുറഞ്ഞ ശ്വേതരക്താണു. ഹെപ്പാരിൻ ഉത്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏത്? ഉത്തരം ബേസോഫിൽ. ബേസോഫിൽ ആണ് ഹെപ്പാരിൻ ഉത്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു. ആൻറ്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏത്? ഉത്തരം ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് ആണ് ആൻറ്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഹേബിയസ് കോർപ്പസ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് ഹേബിയസ് കോർപ്പസ്. G20 നിലവിൽ വന്നതെന്ന്? ഉത്തരം 1999 സെപ്റ്റംബർ 26. 1999 സെപ്റ്റംബർ 26 G20 എന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ നിലവിൽ വന്നത്. ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവാര്? ഉത്തരം പ്രേംജി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന MP ഭട്ടതിരിപ്പാട്. പ്രേംജി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന MP ഭട്ടതിരിപ്പാടാണ് ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ്. സപത്നി, നാൽക്കാലികൾ, രക്തസന്ദേശം, പ്രേംജി പാടുന്നു ഇതെല്ലാം കവിതാ സമാഹാരങ്ങളാണ്. ഋതുമതി നാടകമാണ്. ഇതെല്ലാമാണ് പ്രേംജിയുടെ കൃതികൾ. പ്രേംജിയുടെ കൃതികൾ സപത്നി, നാൽക്കാലികൾ, രക്തസന്ദേശം, പ്രേംജി പാടുന്നു ഇതെല്ലാം കവിതാ സമാഹാരങ്ങൾ. ഋതുമതി നാടകമാണ്. ഇതെല്ലാമാണ് പ്രേംജിയുടെ കൃതികൾ. എടയ്ക്കൽ ഗുഹ ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട് ജില്ലയിൽ. വയനാട് ജില്ലയിലാണ് എടയ്ക്കൽ ഗുഹകൾ.